കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നാണ്, കുറേ ഏക്കർ വസ്തു അതിൽ പ്ലോട്ടാക്കി പലരും വീട് വെച്ചു. ഈ ചേച്ചി വീട് വെക്കാൻ ചെന്ന് ആരോട് ചോദിച്ചു പറയണ അവരുടെ വസ്തുവിൽ വരുത്തുപോക്കുണ്ട്, വീട് വെച്ചാൽ തകർന്നു പോകും, അതുകൊണ്ട് വരുത്തുപോക്ക് 30,000 കൊടുത്ത് മാറ്റിയിട്ട് പിന്നെ വീട് വയ്ക്കാൻ. വാസ്തു എന്ന് പറയുന്നത് ഉണ്ടാക്കപ്പെട്ടത് അല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് വീട് നിർമ്മാണം തടസ്സപ്പെടുത്താനല്ല, അത് ഉപയോഗിക്കുന്ന ഇന്ന് അതിനാണോ എന്നുള്ള കാര്യത്തിലാണ് പ്രശ്നം. കപട വാസ്തുവിനെ പറ്റി നിരവധി രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത്. നമ്മുടെ ഈ ചാനലിലേക്ക് ഒരുപാട് ജ്യോതിഷന്മാരെ കൊണ്ടുവരുന്ന സമയത്തും വാസ്തുവിൻ്റെ പല സെഗ്മെൻറ്റ്സ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഹരിചേട്ടനെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ പ്രേക്ഷകർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ പറയപ്പെടുന്നത് സന്തോഷവാനായ അസ്ട്രോളജർ, ജ്യോതിഷൻ എന്ന കാറ്റഗറിയിലാണ് ഞാൻ ഹരിചേട്ടനെ സെഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് പ്രാധാന്യമില്ല, എന്നാലും നിരവധി അസ്ട്രോളജറുമായിട്ട് സമ്പാദിക്കുന്ന സമയത്ത് ഈ ഫിയർ ഫാക്ടേഴ്സും ഹോപ്പ് ജനറേഷനും ഈ പറയുന്ന രണ്ട് ഫിലോസഫി കൊണ്ട് റൺ ചെയ്യുന്ന ജ്യോതിഷത്തിൽ താങ്കളൊരു ഹോപ്പ് കൊടുക്കുന്ന ഒരു അസ്ട്രോളജറാണ്. കപടവാസ്തുവിനെ പറ്റി ചേട്ടൻ എന്താണ് വിശദീകരിക്കാറുള്ളത്? കപടവാസ്തു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്, കാരണം വാസ്തു കാപട്യമാണ്. പക്ഷെ നമ്മുടെ ഈ ജ്യോതിഷമാണെങ്കിലും വാസ്തു ആണെങ്കിലും ആയുർവേദമാണെങ്കിലും നമ്മളുടെ എല്ലാ ട്രഡീഷണൽ ആയിട്ടുള്ള ഇതിനെയെല്ലാം കാപട്യത്തിന് വേണ്ടി ഉപയോഗിക്കാം, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. വാസ്തു എന്ന് പറയുന്നത് ഉണ്ടാക്കപ്പെട്ടത് അല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് വീട് നിർമ്മാണം തടസ്സപ്പെടുത്താനല്ല, വീട് നിർമ്മിക്കാനാണ്. ഒരാൾ വീട് നിർമ്മിച്ച് അയാൾ ആ വീട്ടിൽ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദീർഘകാലം താമസിക്കാൻ വേണ്ടിയാണ് വാസ്തു ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത്. അത് ഉപയോഗിക്കുന്ന ഇന്ന് അതിനാണോ എന്നുള്ള കാര്യത്തിലാണ് പ്രശ്നം. ഒരു വീട് എന്ന് പറയുന്നത് നല്ല കാറ്റും വെളിച്ചവും കയറുന്ന ഒരു വീടായിരിക്കണം, നല്ല വെളിച്ചമുണ്ടാകണം, നല്ല വായു സഞ്ചാരം ഉണ്ടാകണം. അതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ ഓരോന്നിനും നമ്മുടേതെന്നല്ല എല്ലാ മതവിശ്വാസങ്ങളുടെയും ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത് ഒരു കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലെ പല കാര്യങ്ങളും അതിലുണ്ടാവും, അത് ഇന്ന് തെറ്റായിരിക്കും. അത് ഇന്ന് ആപ്ലിക്കബിൾ ആകണം എന്ന് പറഞ്ഞാൽ അത് ഒരു മതഗ്രന്ഥത്തിൽ, ഹിന്ദു മതത്തിൻ്റെ എന്നല്ല, ഒരു മതഗ്രന്ഥത്തിലെയും കാര്യങ്ങളിൽ അന്നത്തത് ഇന്ന് പ്രായോഗികമാകാൻ പറ്റില്ല. അപ്പോൾ മാറ്റങ്ങൾ വേണം. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മൾ സയൻസ് എന്ന് പറയുന്നത് അങ്ങ് തള്ളിക്കളയണ്ട, അതിനെയും കൂടെ എടുത്തുകൊണ്ട് ഇതിൽ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് വിജയിക്കുന്നത്. വാസ്തുവിനെ അങ്ങനെ തന്നെ വേണം. ഒരു കാലത്ത് ഏക്കർ കണക്കിന് വസ്തു ഉള്ള ആളുകളാണെന്ന് ഭയങ്കര എല്ലാവർക്കും ധാരാളം സ്വത്ത് വകകളുണ്ട്. ആ സമയത്ത് വീട് വെക്കേണ്ടി വരുമ്പോൾ വാസ്തുവിൽ പറയുന്ന പല നിയമങ്ങളും അന്ന് പാലിക്കാൻ പറ്റും. ഇപ്പോൾ പശുവിനെ അഴിച്ചു വിടണം, 21 ദിവസം കഴിയുമ്പോൾ പുല്ല് നിന്നുകൊണ്ട് അവിടെ കിടക്കും, അവിടെ വീട് വയ്ക്കാം. ഇന്നങ്ങനെ അഴിച്ചു വിട്ടാൽ വല്ല അയലോക്കത്തുകാരൻ്റെ പറമ്പിലായിരിക്കും പോയി കിടക്കുന്നത്, അവിടെ നമുക്ക് വീട് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരമുള്ള നിയമങ്ങൾ നമ്മൾ മാറ്റണം. അത് മാറ്റണം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ നമുക്കറിയാം, ഈ ശരിക്കും പറഞ്ഞാൽ ചെറിയ കുഞ്ഞു വീടുകൾ ഏറ്റവും കൂടുതൽ ഇല്ലാത്തൊരു വിഭാഗവും ഈ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സർക്കാരിൽ നിന്ന് കൊടുക്കുന്ന ചെറിയ തുകയുണ്ട്, ലൈഫ് എന്ന് പറയുന്ന പദ്ധതി, അല്ലെങ്കിൽ ആരെങ്കിലും വെച്ച് കൊടുക്കുന്ന കുഞ്ഞു വീടുകളുണ്ട്. ഈ ലൈഫ് പദ്ധതിയിൽ കൊടുക്കുന്ന പൈസ കൊണ്ടൊരു വീട് പൂർണ്ണമായി വെക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എല്ലാവർക്കും വീട് എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും കൂടി കുറച്ച് പണമൊക്കെ മുടക്കേണ്ടി വരും. അങ്ങനെ ലൈഫ് പദ്ധതിയിൽ വീട് വെക്കാൻ വേണ്ടി പോകുന്ന ഒരാളോട് നിങ്ങൾ വാസ്തു നോക്കി അതങ്ങനെ പറ്റില്ല, ഇതിങ്ങനെ പറ്റില്ല, അതങ്ങനെ പറ്റുമെന്ന് പറഞ്ഞാൽ അത് മോശമാണ്. കാരണം അവരൊരു വിശ്വാസി ആയതുകൊണ്ടാണ് ഒരു വാസ്തു നോക്കാൻ ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു അറിവുള്ള ആളുടെ അടുത്ത് ചെല്ലുന്നത്. അയാളുടെ മനസ്സിൽ ആദ്യം വേണ്ടത് ഈ പാവത്തിന് ഒരു വീട് വേണം, അവർക്കൊരു വീട് വെക്കണം, അവർക്ക് സുരക്ഷിതമായി ഒരു സ്ഥലത്ത് കിടക്കണം. അവർ പണമില്ലാത്തവരാണ്, സമ്പത്തില്ലാത്തവരാണ്. ഈ പണ്ഡിതൻ എന്ന് അവകാശപ്പെടുന്ന ആൾക്ക് ആ ഒരു ബോധമുണ്ടാകണം. നിയമങ്ങളിൽ നിന്ന് ഫ്ലെക്സിബിൾ ആകണം, മാറ്റങ്ങൾ ഉണ്ടാവണം. അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നാണ്, കുറേ ഏക്കർ വസ്തു അതിൽ പ്ലോട്ടാക്കി പലരും വീട് വെച്ചു. ഈ ചേച്ചി വീട് വെക്കാൻ ചെന്ന് ആരോട് ചോദിച്ചു പറയണ അവരുടെ വസ്തുവിൽ വരുത്തുപോക്കുണ്ട്, വീട് വെച്ചാൽ തകർന്നു പോകും, അതുകൊണ്ട് വരുത്തുപോക്ക് 30,000 കൊടുത്ത് മാറ്റിയിട്ട് പിന്നെ വീട് വയ്ക്കാൻ. 30,000 വീട് വയ്ക്കുന്നതിന് കഷ്ടപ്പെട്ട ലൈഫ് പദ്ധതിന്ന്. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ചേച്ചി ഈ വരുത്തുപോക്ക് എന്താ പ്രമാണം നോക്കി വരുന്നതാണോ? ഇങ്ങനെ മേളിൽ കൂടെ വന്നിട്ട് നിങ്ങളുടെ പ്രമാണത്തിൽ വന്നപ്പോൾ ഇത് ശാരദയുടെ പ്രമാണം, എന്നാൽ ഇങ്ങോട്ട് ഇറങ്ങിയേക്കാം, എന്നിട്ട് അപ്പുറത്ത് ഈ ശാരദയുടെ പ്രമാണം കഴിഞ്ഞു. കാരണം അപ്പുറത്ത് വീടുണ്ട് ഇപ്പുറത്ത് വീടുണ്ട്, ഒരാളുടെ വസ്തുവാണ്. ഇത്തരമുള്ള അബദ്ധമായ വിശ്വാസങ്ങൾ ആളുകളിലേക്ക് വാസ്തുവിൻ്റെ പേരിലാണെങ്കിലും ജ്യോതിഷത്തിൻ്റെ പേരിലാണെങ്കിലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. കപട വാസ്തു എന്നല്ല, വാസ്തുവിനെ കാപട്യത്തിന് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഹരിച്ചേട്ടാ, അതുപോലെ നമ്മുടെ ഈ കേരളം വിട്ടു പോകുന്ന സമയങ്ങളിൽ കേരളത്തിനകത്തുള്ള ജ്യോതിഷന്മാർക്ക് ഒരു വാസ്തു കൺസൾട്ടൻറ്റിന് പോയി കഴിഞ്ഞാൽ മാക്സിമം കിട്ടുന്നത് ചിലപ്പോൾ 5,000 രൂപയായിരിക്കാം, ചിലപ്പോൾ ഒരു 2,000 3,000 ആയിരിക്കാം. കേരളം വിട്ടു പോകുന്ന സമയങ്ങളിൽ ഒരു കൺസൾട്ടേഷന് 50,000 1 ലക്ഷം രൂപയാണ് മേടിക്കുന്നത്.
അതിൽ ഈ പെൻഡുല ശാസ്ത്രം കൊണ്ട് പല ഒരുപാട് ടൂളുകൾ മാർക്കറ്റിലുണ്ട്. അതിൽ ഈ വാസ്തു എന്ന് പറയുന്ന മഹാശാസ്ത്രത്തിനെ ഈ ടൂൾ കൊണ്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ഈ പെൻഡുലം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ശരിക്കും ഞാൻ പറയുന്നത്, എനിക്കിപ്പോൾ ഞാനിതിൽ ഈ അന്ധമായി അങ്ങനെ ഒരു ഒന്നിനെയും വിമർശിക്കുന്നില്ല, പക്ഷേ നല്ലതിന് ഉപയോഗിക്കണം. പെൻഡുലം വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ ഒരുത്തൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ പെടാത്ത ഒരു പരിഹാരം അവന് പറഞ്ഞു കൊടുത്ത് അവനെ കൂടുതൽ ദരിദ്രനാക്കരുത്. പെൻഡുലം അല്ലെങ്കിൽ എന്ത് വെച്ച് ഇവർ നോക്കിക്കോട്ടെ. ചിലർ കമ്പ് വെച്ച് നോക്കുന്നുണ്ടാവും, കുടം വെച്ച് നോക്കുന്നുണ്ടാവും, നാരങ്ങ ഉരുട്ടി നോക്കുന്നുണ്ടാവും, പാക്കുരുട്ടി നോക്കുന്നുണ്ടാവും, എന്തും ചെയ്തോട്ടെ. ഒരുത്തനെ ദരിദ്രനാക്കാനാവരുത്. അവനെ സാമ്പത്തികമുള്ളവനാക്കാനും അവൻ്റെ വീട്ടിൽ സമാധാനം കൊടുക്കുന്നവനാക്കാനും ഒക്കെ വേണം. ഈ പെൻഡുലം ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മളുള്ളിൽ ചിന്തിക്കുന്നിടത്തേക്ക് അത് കറങ്ങും എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. പിന്നെ ഞാൻ പറയില്ലേ, ചെയ്യുന്നവർ ചെയ്യട്ടെ, പക്ഷേ സാമ്പത്തികമായി ഒരാളെ ചൂഷണം ചെയ്യാൻ ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഈ ഫെങ് ഷൂയി വാസ്തു സൊല്യൂഷൻസ് ഒത്തിരി വരുന്നുണ്ട് മാർക്കറ്റിനകത്ത്, എസ്പെഷ്യലി കേരളത്തിനകത്ത് ഇന്ന് ഹാർഡ് കോർ ആയിട്ടുള്ള ആൾക്കാർ ഫെങ് ഷൂയി വാസ്തു, അതായത് വീട് വച്ചതിന് ശേഷം ചേട്ടൻ പറഞ്ഞ പോലെ മാറ്റം വരുത്താൻ വേണ്ടി ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപ മുടക്കിയിട്ട് ഫെങ് ഷൂയി വാസ്തുവിൻ്റെ സൊല്യൂഷൻസ് വീട്ടിനകത്ത് വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രായോഗികത എന്താണ്? ഇതിൻ്റെ പ്രായോഗികതയേക്കാൾ കൂടുതൽ എന്തുകൊണ്ടാണ് ഇതിലേക്ക് ആളുകൾ പോകുന്നത് എന്ന് ചിന്തിക്കുന്നതാണ് ഭംഗി. കാരണം ഈ എപ്പോഴും ഈ സൊല്യൂഷൻ എന്ന് പറയുന്നതിന് സാമ്പത്തികമായി കുറവുള്ളിടത്തേക്ക് ആളുകൾ കൂടുതൽ പോകും. ഒരു വീട് വയ്ക്കും. ഇപ്പം നമ്മളൊരു വീട് വെച്ചു, പ്രദീപ് ജി ആണെങ്കിലും ഇപ്പം ഞാനാണെങ്കിലും ഒരു വീട് വെച്ചു. ശരിക്കും പറഞ്ഞാൽ വീട് വെക്കുന്നതിന് മുമ്പും വീട് വെക്കുന്നതിന് ശേഷവും നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റം സാമ്പത്തിക പ്രശ്നമാണ്. കാരണം നമ്മൾ ആവശ്യമില്ലാണ്ട് കുറേ പൈസ, ആവശ്യമില്ലെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യമായിരിക്കാം, പക്ഷെ ഡെഡ് മണിയാണ്, അതിനുവേണ്ടി കുറേ പണം മുടക്കി. ഇതുവരെയുള്ള സമ്പാദ്യത്തിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി പൈസ കൂടുതൽ ലോൺ അടയ്ക്കാൻ വേണ്ടി ചിലവാകുന്നു. ഓട്ടോമാറ്റിക്കലി നമുക്ക് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാവും. സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് പരസ്പരമുള്ള സ്നേഹം, സംസാരം കുറയുക, പരസ്പരമുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറയുക. സ്വാഭാവികമായിട്ട് ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് ഒരു വാസ്തുവിനെ വിളിച്ചുകൊണ്ട് വന്നാൽ ആ വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതങ്ങ് ഇടിച്ച് കളഞ്ഞേക്കാൻ പറയും. അവിടെ ഇവൻ കഷ്ടപ്പെട്ട് വെച്ച വീട്, ഇവനിത് ഇടിച്ച് കളയാൻ പൈസ ഉണ്ടാക്കണം, ആ വീടിന്റെ മൊത്തത്തിലുള്ള എലിവേഷൻ നഷ്ടപ്പെടും. അപ്പോഴാണ് അപ്പുറത്ത് അതേ പ്രശ്നത്തിന് നിങ്ങളൊരു സാധനം തൂക്കിയിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഇവരെവിടെ പോകും? ഇവരെവിടെ പോകും? കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, ഒരു അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു ഭയപ്പെടുത്തരുത്, ഭയപ്പെടുത്തി പൈസ മേടിക്കരുത്. അപ്പം എന്നോടൊപ്പം ഇരുന്ന സഹ പാനലിസ്റ്റ് പറഞ്ഞു, ഇവിടെ ഈ ക്രിസ്തുമത വിശ്വാസികൾക്ക് കൃപാസനം പോലെ അങ്ങനത്തെ ഉണ്ട്, അതിനെതിരെ എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് വലിയ പൈസ 50,000 രൂപയാണ് നിങ്ങളുടെ പരിഹാരം എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു മെഴുകുതിരി കൊണ്ടു കൊടുത്താൽ മതി, അവിടെ ഒരു സാമ്പ്രാണിത്തിരി കൊണ്ടു കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അങ്ങോട്ട് പോകും. നമ്മുടെ ഇവിടെ സമാധാനത്തിനുള്ള മാർഗങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ ചെറിയ പൈസയ്ക്ക് ചെയ്യാവുന്ന പരിഹാര മാർഗങ്ങൾ ക്ഷേത്രങ്ങളിലും മറ്റുമുണ്ട്. ഇവിടെ ചില ആളുകൾ ഇരുന്നിട്ട് 50,000 കൊണ്ടോ 1 ലക്ഷം കൊണ്ടോ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് സാമ്പ്രാണിത്തിന് മേടിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നിടത്തോട്ട് ആളുകൾ പോയാൽ അവരെ എങ്ങനെ, ചെയ്യുന്നവരെ എങ്ങനെ തെറ്റു പറയാൻ പറ്റില്ല. നമ്മൾ മാർക്കറ്റിംഗ് എന്താ? എല്ലാം മാർക്കറ്റിംഗ് ആണ്. പണം, എൻ്റെ അടുത്ത് പൈസ കുറവിൽ സാധനം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് ആളുകൾ വരുമ്പോൾ മറ്റവൻ കൂടുതൽ പൈസയ്ക്ക് സാധനം കൊടുക്കുന്നവൻ കുശും പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവനെ തകർക്കണമെന്ന് ചിന്തിക്കുന്നതിൽ കാര്യമുണ്ടോ? നീ പൈസ കുറച്ച് സാധനം കൊടുക്കും, നിനക്കിവിടെ സമാധാനം കൊടുക്കാൻ ചെറിയ പൈസയ്ക്ക് സാധിക്കുമെങ്കിൽ നീ അത് കൊടുക്കുക. അപ്പുറത്തവൻ ചെറിയ പൈസയ്ക്ക് കൊടുക്കുന്നവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഫെങ് ഷൂവിൻ്റെ കാര്യം. ഇടിച്ചു പൊളിക്കലല്ല വാസ്തു. ഒരുപാട് ഒരു വീട് വെക്കുന്നതാണ്, കഷ്ടപ്പെട്ട് വീട് വെക്കുന്നവനോട് ഇടിച്ച് കള കെട്ടാൻ പറയുമ്പോൾ അവൻ അപ്പുറത്ത് നോക്കുമ്പോൾ ഫെങ് ഷൂവിൽ ഒരു സാധനം തൂക്കിയിട്ട സംഭവം നടക്കും, അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോകും. ഇതെങ്ങനെ നമ്മൾ എന്തിനെ വിമർശിക്കാൻ പറ്റൂടെ? ശരി, തീർച്ചയായിട്ടും. ഈ ജാതകവുമായി ഹരിച്ചേട്ടൻ്റെ അടുത്ത് വരുന്നവർക്ക് ജാതകത്തിലൊരു ഭാവം നോക്കിയിട്ട് അദ്ദേഹത്തിന് വീട് വയ്ക്കാനുള്ള യോഗം ഉണ്ടോ, സാധാരണ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കാം. ജാതകമില്ലാത്തവർക്ക് ഹരിച്ചേട്ടൻ എന്തായിരിക്കും സജസ്റ്റ് ചെയ്യുക? അല്ല, ജാതകം ഇല്ല എന്നൊരു സാധനം എനിക്കൊന്ന് ഡേറ്റ് ഓഫ് ബർത്ത് സമയം ഇല്ലാത്തവർ, ഒരു ക്രെഡൻഷ്യൽസും ഇല്ലാതെ, അതായത് ഈ കേരളത്തിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ഉണ്ട്, കേരളത്തിന് പുറം സ്ഥലങ്ങളിൽ. അതാണ് ഈ ജ്യോതിഷത്തിലെ പ്രശ്നം എന്ന് പറയുന്ന ഒരു സംവിധാനമുള്ളത്. അതൊരു താൽക്കാലിക ജാതകമാണ്. ആ സമയത്ത് ഗണിക്കപ്പെടുന്ന ജാതകങ്ങൾ വെച്ചിട്ട് ആണ് പറയുന്നത്. ഈ ശരിക്കും ഈ ഗൃഹനിർമ്മാണം എന്ന് പറയുന്നത് സമയമോശമുള്ള സമയത്ത് നടത്തണം എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു രീതി. ഇപ്പം എനിക്ക് ഏഴരശനിയാണ്. അപ്പോൾ ഈ ഏഴരശനി സമയത്ത് ഞാൻ വീട് വെക്കാൻ ആരംഭിച്ചു. കാരണം എന്തായാലും കയ്യിൽ നിന്ന് പൈസ പോകും. എന്നാൽ പിന്നെ വീട് വെച്ചാൽ പൈസ പോയി എന്നാവും, നമുക്കൊരു വീടാവും. അപ്പോൾ ആ സമയം അങ്ങനെ ഞാൻ ഈ വീട് വെക്കുമ്പം സമയം നോക്കി നിങ്ങൾ ഇങ്ങനെ വീട് വെക്കണം എന്ന് പറയുന്നതിനേക്കാൾ ഒരു വീട് നിങ്ങളുടെ ആവശ്യം എന്ത് എന്നുള്ളത് നോക്കി വെക്കണം എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമ്മളുടെ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ മത്സരിക്കാൻ വേണ്ടി വീട് വെക്കാറുണ്ട്. എന്നെ കാണാൻ ഒരാളൊരു പ്ലാനും കൊണ്ട് വന്നു, 3500 സ്ക്വയർ ഫീറ്റ് പ്ലാൻ. അപ്പം ഞാൻ അദ്ദേഹം ഒരു സാധാരണ ജോലിക്കാരനാണ്, സ്ഥിര വരുമാനം പോലും അല്ല, അദ്ദേഹവും ഭാര്യയും മകനും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങൾ 3 പേരല്ലേ ഉള്ളൂ,
നിങ്ങൾക്ക് ഇത്ര വലിയ വീടിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യയുടെ അനിയത്തി ഇതുപോലൊരു വീട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും ഇത് വേണം. അപ്പോൾ ഞാൻ ചോദിച്ചത് ഓട്ട മത്സരം വല്ലതും ആണോ? അവർ വെച്ചു, അതുകൊണ്ട് നിങ്ങൾ വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് തെറ്റാ. അപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട, നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പോൾ ഇതേ ആള് വളരെ വിഷമത്തോടുകൂടി വന്ന് ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ല, വീട് ജപ്തിയാവുന്നു, ഇത് വിൽക്കണം. ഈ 3500 സ്ക്വയർ ഫീറ്റ് വാങ്ങാൻ പണമുള്ളവൻ സ്വന്തമായിട്ടൊരു വസ്തു മേടിച്ച് വീട് വെക്കത്തേ ഉള്ളൂ. അവൻ ഒരിക്കലും ഈ വീട് വാങ്ങില്ല. അപ്പം നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്, അതായത് നമുക്ക് പിന്നീട് ലോൺ അടയ്ക്കണം, ലോൺ അടയ്ക്കാനുള്ള സോഴ്സ് ഓഫ് ഇൻകം നമുക്കുണ്ടോ, ആ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് അത് മനസ്സിലാക്കി നമുക്ക് എന്തൊക്കെയാണോ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് വീട് വെക്കണം. കാരണം ഇതൊരു ഡെഡ് മണിയാണ്, മണ്ണിൽ കുഴിച്ചിടുന്നത് പോലെയുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീട് വെക്കാൻ വരുന്നവർക്ക് ശരിക്കും ഇത് കൊടുക്കാൻ പറ്റുന്നത് വാസ്തുവിനും ജ്യോത്സ്യനുമാണ്. വേറെ ആര് പറഞ്ഞാലും ഇവരിത് കേൾക്കില്ല. ചിലപ്പോൾ ഭാര്യയ്ക്കാണ് താല്പര്യമെങ്കിൽ ഭർത്താവ് പറഞ്ഞാൽ പറയും നിങ്ങൾക്ക് പൈസ മുടക്കാൻ ഇതുള്ളതുകൊണ്ടായിരിക്കും എന്ന് പറയും. തിരിച്ച് ഭാര്യയ്ക്കാണ് താല്പര്യമെങ്കിൽ ഭർത്താവ് ചെയ്ത് കൊടുക്കാതെ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ചെയ്തു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. പക്ഷെ ഒരു ജ്യോത്സ്യന് വാസ്തുവിന് കൃത്യമായ ആളുകളുടെ ഒരു സാമ്പത്തികമായ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൃത്യമായി ഇത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഹരിച്ചേട്ടൻ പറഞ്ഞ പോലെ ജാതകമില്ലാത്തൊരാള് ജ്യോതിഷനെ കാണാൻ വരുന്ന സമയത്ത് പ്രശ്നമാർഗേണ പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്ത് എന്തുകൊണ്ട് അസ്ട്രോളജർ പറയുന്നില്ല ഇദ്ദേഹത്തിന് വീടിന്റെ യോഗം ഇപ്പം ഇല്ല, ഒരു 10 വർഷം കഴിഞ്ഞ് വയ്ക്കൂ? അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ സോൾവ് ആവില്ലേ? പക്ഷേ നമുക്ക് ഇപ്പോൾ ഇതിനകത്തൊരു വേറൊരു പ്രശ്നം കൊണ്ടുണ്ട് പ്രദീപ് ജി. ഇപ്പം ഇന്ന് വീട് വെക്കുന്നതിനേക്കാൾ ഒരു 6 മാസം കഴിഞ്ഞ് വീട് വെക്കുമ്പോൾ 1 ലക്ഷം രൂപ കൂടുതലായിരിക്കും. കാരണം മെറ്റീരിയൽ കോസ്റ്റ്, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു ജ്യോത്സ്യൻ എന്ന് ശരിക്കും പറഞ്ഞാൽ പ്രദീപ് ജി, ജ്യോത്സ്യനോ വാസ്തു എന്ന് പറഞ്ഞാൽ കേവലം ഇങ്ങോട്ട് വരുന്ന ആളെ നോക്കിയിട്ട് ഉള്ള പൈസ തരൂ പോവുക എന്നല്ല. അവരുടെ കുടുംബത്തിലെ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ ജീവിതത്തെ പറ്റി പഠിച്ച്, അവരുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി മനസ്സിലാക്കി അങ്ങനെ പെരുമാറുന്ന ആളാകണം ജ്യോത്സ്യൻ. വളരെ സന്തോഷം. വളരെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ്, എൻ്റെ വീട് എന്ന് വയ്ക്കാൻ പറ്റും, ഞാൻ വെച്ച വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റന് വളരെ വിശദീകരണമായിട്ടുള്ളൊരു സൊല്യൂഷൻ ഹരിച്ചേട്ടൻ കൊടുത്തതിൽ സന്തോഷം. നന്ദി, നമസ്കാരം.